ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായം പ്രകാരം അവൻ കുറേ ഹൊറർ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ നല്ല സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പറയാനായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പറയുന്ന റോങ് ടൈം, ഫൈനൽ ഡെസ്റ്റിനേഷൻ, സോ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ കണ്ടതിൽ വെച്ച എംസോൺ എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള സിനിമകളാണ് ഇനി പറയുന്നത്. ആദ്യം വരുന്ന കുറേ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഈ പറയുന്ന IT 2017 ഇറങ്ങിയത്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ക്വൈറ്റ് പ്ലേസ്, അതിൻ്റെയും സെക്കൻഡ് പാർട്ട് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മമ്മിയുടെ ആ ഫ്രാഞ്ചൈസിയിലെ പടങ്ങൾ മൊത്തം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കണം. പിന്നെയെന്ന് പറയുന്നത് നണ്ണിന് 2 ഒക്കെ പല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കോഞ്ചറിങ് ആ ഫ്രാഞ്ചൈസി നിങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കും, നല്ല അഭിപ്രായമായിട്ടുമാണ്. ദ ഇൻവിസിബിൾ മാൻ വളരെ ചുരുക്കം ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, കണ്ടു നോക്കുക നിങ്ങൾ. ഓജ, ദ സൈൻ ഓഫ് ഈവിൾ, ഓജ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ബേർഡ് ബോക്സ്, ഇതെല്ലാവരും ഒരുവിധം ഈ പടം നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെറ്റ് സെമിട്രി നല്ലൊരു ഹൊറർ മൂവിയാണ്, ഒരു ആവറേജ് നല്ല രസമായിട്ടാണ് കണ്ടിരിക്കാൻ പറ്റും. ഇൻസീഡിയസ് ചാപ്റ്റർ 1, 2 അങ്ങനെ പോകുന്നുണ്ട്, കണ്ടു നോക്കുക. നെക്സ്റ്റ് ഡോക്ടർ സ്ലീപ്പ് എന്ന് പറയുന്ന പടം ഒരു നോർമൽ വാച്ചിനുള്ള ഒരു ഹൊറർ മൂവി മാത്രമാണ്. മേഗൻ ഫസ്റ്റും സെക്കൻഡും ഇറങ്ങിയിട്ടുണ്ട്, ഒരു നോർമൽ വാച്ചാണ് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത്. പോപ്പ് സെക്സോറിസ്റ്റ് എന്നെ വളരെയധികം ആകർഷിച്ച 2023 ഒരു സിനിമയാണ്. നെക്സ്റ്റ് ഈവിൽ ഡെഡ് ഫ്രാഞ്ചൈസി നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കണം. വളരെ ഈ ലാസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റൻറ്റൈൻ 2005 ഇറങ്ങിയേക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന പടം. നെക്സ്റ്റ് ദ ഹാലോ, ഒരുവിധ നല്ല സിനിമയാണ്. ഡോൺ ബ്രീത്ത് ഫസ്റ്റ് സെക്കൻഡ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല സിനിമ തന്നെയാണ്. ഇങ്ങനെയുള്ള സിനിമകളിൽ നിന്നും ഓമൻ്റെ ഒരു സീരീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓമൻ്റെ സീരീസ് നിങ്ങൾക്ക് എടുത്ത് കാണാം, നല്ല പടങ്ങൾ നമുക്ക് കാണാം. വിച്ച്, ഇത് കൊറിയൻ പടമാണ്. അപ്പോൾ ഇനിയൊരു വേറെ വിച്ചിനെ പറ്റി ഞാൻ പറയും, അപ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. നെക്സ്റ്റ് ദ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്, കിളി പറത്തുന്ന ഒരു സിനിമയാണ്. പ്രേത സിനിമ എന്ന് പറയാൻ പറ്റില്ല, കിളി പറത്തുന്ന ഒരു പടമാണ്. നെക്സ്റ്റ് ഓവർലോഡ്, വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ ഹൊറർ പടം മാത്രമാണ്. നെക്സ്റ്റ് ഇൻ ടു ദി വുഡ്സ് എന്ന് പറയുന്ന പടവും വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അനബെല്ല കംസ് ഹോം എന്ന് പറയുന്നതും ഒരു പ്രത്യേകിച്ച് ഹൊററായിട്ടൊന്നും വലിയ ഫീൽ ചെയ്യുകയൊന്നും ചെയ്യില്ല. സിന്നേഴ്സ് എന്ന് പറയുന്ന പടം നല്ല രസമായിട്ട് 2005 ഞാൻ കണ്ടുപോയിട്ടുള്ളൊരു പടമാണ്, നല്ല ഗംഭീര പടം തന്നെയാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാര എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് മമ്മ എന്ന് പറയുന്ന ഒരു സിനിമയും ഹൊററായിട്ടുണ്ട്. ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോയ് ഒരു ഹൊറർ നല്ല സിനിമയാണ്. നെക്സ്റ്റ് ദ പർജ്, വലിയ തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. നെക്സ്റ്റ് ഹാളോവിൻ എന്ന് പറയുന്നത് ഈ ജിക്സോ അങ്ങനത്തെയൊക്കെ പോലെ പറയുന്ന പടമാണ്. ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് കുഴപ്പമില്ലാത്ത സിനിമയാണ്. നെക്സ്റ്റ് പറയുന്നത് സിനിസ്റ്റർ എന്ന് പറയുന്ന പടമാണ്, അതിന് ഫസ്റ്റ് സെക്കൻഡ് 2 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രഡ്ജ് കാണാൻ കൊള്ളാവുന്ന പടമാണ്. നെക്സ്റ്റ് ബാബാഡുക്ക്, നല്ലൊരു ജർമ്മൻ ഫിലിമാണ് ഈ പറയുന്ന ബാബാഡുക്ക് എന്ന് പറയുന്ന ഫിലിം. നെക്സ്റ്റ് വെറോണിക്ക എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് വാച്ചിന് മാത്രമായിട്ടുള്ളൊരു സിനിമയാണ്. ഓർഫൻ ഒരു രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളെ കിളി പറത്തുന്ന ഒരുവിധം സിനിമയാണ് ഈ ഓർഫൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിനിമകൾ കഴിഞ്ഞിട്ടാണ് ഇനിയാണ് ഞാൻ പറയുന്ന എൻ്റെ ഇഷ്ടമുള്ള സിനിമകൾ. മിസ് ഡോമർ, സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്ന് പറയുന്ന സൂപ്പർ സിനിമകളിലൊന്ന്. നെക്സ്റ്റ് ഹെറിഡിറ്ററി, പറയാൻ എനിക്ക് വാക്കുകളില്ല, അത്രയും സൂപ്പർ സിനിമയാണ് ഈ ഹെറിഡിറ്ററി എന്ന് പറയുന്ന പടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് 1980 ഷൈനിങ് എന്ന് പറയുന്നത്, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന മൂവിയാണ്. ഓസ്കാർ പുരസ്കാരം മേക്കപ്പിന് കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു, നല്ലൊരു സൂപ്പർ ഹൊറർ മൂവിയാണ്. നെക്സ്റ്റ് സൈക്കോ, 1970കളിൽ നമ്മുടെ ലോകത്തെ കുലുക്കി മറിച്ചിട്ടുള്ളൊരു ഹൊറർ സിനിമയാണ്. നെക്സ്റ്റ് അസ് എന്ന് പറയുന്ന സിനിമ സൂപ്പർ സൂപ്പർ സൂപ്പർ. സ്മൈൽ, വളരെ സൂപ്പർ സിനിമയാണ് സ്മൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ അടുത്ത കണ്ട സിനിമയാണ് വെപ്പൺസ് എന്ന് പറയുന്ന സിനിമ. വേപ്പൺസ് എന്ന് പറയുന്ന സിനിമ നല്ല രസമുള്ളൊരു സിനിമയാണ്. നെക്സ്റ്റ് എനിക്കൊരു ട്വിസ്റ്റുകൾ സമ്പാദിച്ചൊരു സിനിമയാണ് മാലിഗ്നൻ്റ് എന്ന് പറയുന്ന ഒരു സിനിമ, ഇതും വളരെ നല്ലൊരു സിനിമയാണ്. നെക്സ്റ്റ് ഒരു ഇറ്റാലിയനോ ജർമ്മനോ ഭാഷയാണെന്ന് അറിയില്ല, വിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വിച്ച് വ്യത്യാസമുണ്ട്, ഈ വിച്ച് നല്ലൊരു സിനിമയാണ്. നെക്സ്റ്റ് ഗെറ്റ് ഔട്ട് എന്ന്
എന്ന് പറയുന്നൊരു ഹൊറർ സിനിമയാണ്. ഇതൊക്കെ വളരെ ഗംഭീര ഹൊറർ സിനിമകളിൽ പെടുന്ന ഒന്നാണ്. ഇനി നമ്മൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ മലയാളത്തിലേക്ക് സഞ്ചരിക്കാം. ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ക്ലാസ് ഹൊറർ മൂവിയാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആകാശഗംഗ. നമ്മളുടെ ഈ പറയുന്ന 90 കിഡ്സിന് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയിരുന്ന ഒരു സിനിമയാണ് ആകാശഗംഗ. അതുകൊണ്ടാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഭൂതകാലം എന്ന് പറയുന്ന സിനിമ വളരെ വളരെ സൂപ്പർ സിനിമ എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് അതിൻ്റെ കൂടെയുള്ളത് മണിച്ചിത്രാഴ് എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ ഫാസിൽ സാറിൻ്റെ നല്ലൊരു സൂപ്പർ സിനിമ തന്നെയാണ്. നെക്സ്റ്റ് മായ എന്ന് പറയുന്നൊരു തമിഴ് സിനിമയുണ്ട്, നല്ല സൂപ്പർ പടമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിസ എന്ന് പറയുന്ന സിനിമ വിജയ് സേതുപതിയുടെ നല്ലൊരു ഇതാണ്. ഹിന്ദിയിൽ നിന്ന് ഒരു പടം മാത്രമേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ, തുമ്പാട് എന്ന് പറയുന്ന പടം. ബാക്കി ഒരു ഹിന്ദിയിലും ഒരു നല്ല സിനിമ ഒന്നല്ല.